ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത് എനിക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അയച്ചിട്ടുള്ള ഒരു മെസ്സേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്നൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. അതായത് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള കാര്യം, ഞാൻ നിങ്ങളുടെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്, നിങ്ങളുടെ ചാനലിൽ വരുന്ന ഓരോ കാര്യങ്ങൾ ഞങ്ങൾ കാണാറുണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ കാണാറുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആക്കും ചെറിയൊരു കൺഫ്യൂഷൻ, ഏത് എക്സാമിന് വേണ്ടിയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഞാൻ ആ ഒരു കാരണം പറയാം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കിപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് എക്സാംസുകൾ ഉണ്ട് അല്ലേ. ഇപ്പം നിലവിൽ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ALP എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാം ഉണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം വന്നിട്ടുള്ള RRBയുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഉണ്ട്, ഗ്രേഡ് 3 ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പം നിലവിൽ PSCയിൽ വന്നിട്ടുള്ള ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഉണ്ട്. അതിനുശേഷം ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള SSCയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം ഉണ്ട്. അതേപോലെ തന്നെ വേരിയസ് PSC എക്സാംസ്, അത് പല പല ജില്ലകളിലായിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ എക്സാംസുകൾ സ്റ്റേറ്റ് വൈഡും വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സാംസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ വിളിച്ചിട്ടുണ്ട്. ഇനി RRB JEE എക്സാം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും എക്സാംസുകൾ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് ഒരു എക്സാമിനെ എങ്ങനെ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ എക്സാമിനും കൂടി വേണ്ടിയിട്ടാണോ നമ്മൾ പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ആണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ഇന്നത്തെ സെഷനിൽ നിങ്ങൾ ഇന്ന എക്സാമിന് വേണ്ടി പഠിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കമ്പാരിസൺ അല്ല ഞാൻ നടത്താൻ പോകുന്നത്. നിങ്ങളാണ് തീരുമാനം എടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഏതെല്ലാം എക്സാമിനൊക്കെ വേണ്ടി പഠിക്കണം അല്ലെങ്കിൽ എല്ലാ എക്സാമിനും വേണ്ടി പഠിക്കണോ എന്നുള്ള തീരുമാനം എടുക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും. സോ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, പരമാവധി ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് RRB JEE, നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ കാണാൻ പറ്റുന്നത് RRB JEE, RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1 ആൻഡ് ഗ്രേഡ് 3, അതേപോലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO, SSC JEE, അതേപോലെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആൻഡ് വേരിയസ് PSCs. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പാരിസൺ നടത്തുന്ന സമയത്ത് ഞാൻ ആദ്യം കൺസിഡർ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാൻ പോകുന്ന ആർക്കാണ്? ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരാൻ പോകുന്നത് RRB JEEക്കായിരിക്കും. അതേപോലെ തന്നെ RRBയുടെ ALP എക്സാമിനേഷനും RRBയുടെ ടെക്നീഷ്യൻ എക്സാംസിനും ആയിരിക്കും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരിക. കാരണം ഓരോ RRB സോൺസുകൾ എടുക്കുന്ന സമയത്ത് ഓരോ സോണിലും അത്യാവശ്യം നല്ല വേക്കൻസീസ് വരാൻ പോകുന്നു. അപ്പോൾ വേക്കൻസി വൈസ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉണ്ടാകാൻ പോകുന്നത് അത് RRBയുടെ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ IEO എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ എക്സാമിനെ കൺസിഡർ ചെയ്യുമ്പോൾ 58 അഡ്വൈസുകൾ നിലവിൽ പോയിട്ടുള്ള ഒരു എക്സാമാണ്. അതുകൊണ്ട് അതൊരു മോഡറേറ്റ് വേക്കൻസി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വേക്കൻസി തന്നെയാണ്. SSC JEE കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എല്ലാ ബ്രാഞ്ചസിലൂടെ ആയിട്ട് 966 ഒഴിവുകളുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് ഇലക്ട്രിക്കൽ എത്ര ഒഴിവുകളുണ്ടെന്ന്. ഇലക്ട്രിക്കലിൽ നിയർലി 200 വേക്കൻസീസ് വരും. അത് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതേപോലെ വേരിയസ് PSCസിൽ നോക്കുകയാണെങ്കിൽ പല പല പോസ്റ്റുകളിലായിട്ട് ചെറിയ ചെറിയ വേക്കൻസീസ് ഉള്ള എക്സാംസുകളാണ് PSCയിലെ വേരിയസ് എക്സാംസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വേക്കൻസിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പോൾ വേക്കൻസി മാത്രം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു ഡിസിഷനിലേക്ക് ചാടി കയറി പോകരുത്. നമ്മൾ മറ്റു ചില കാര്യങ്ങളുടെ ഈ ഡീറ്റെയിൽഡ് എക്സാം അനാലിസിസ് ഞാൻ നടത്താൻ പോവുകയാണ്. സോ രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണ്. ലെവൽ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു എക്സാമിൻ്റെ എന്താ പറയുക, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്റ്റാൻഡേർഡ് എത്രത്തോളം വരും, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എത്രത്തോളം ആയിരിക്കും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം IEO പോസ്റ്റിലും അതേപോലെ SSCയുടെ JEE പോസ്റ്റിലൊക്കെ ആയിരിക്കും ഹൈ ലെവൽ കോമ്പറ്റീഷൻസ് വരാൻ പോകുന്നത്. IEOൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസുകാർ അപ്ലൈ ചെയ്യും. കാരണം എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് IEO എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതൊരു ഡിഫിക്കൽട്ട് എക്സാം ആണ് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. കാരണം IEO എക്സാമിനേഷനിൽ എല്ലാ ബ്രാഞ്ചസുകാർക്കും പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ അത് എന്താണ്, കുറച്ചുകൂടി എന്താണ്, അൺബയാസ്ഡ് ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ ആണെന്ന് പറയാം. അത് എന്താ അർത്ഥത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് എക്സാമുകളൊക്കെ ഒരേ ബ്രാഞ്ചസിൽ നടക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്വാൻറ്റേജ് വരാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാ ബ്രാഞ്ചസുകാർക്കും ഈക്വൽ വെയിറ്റേജ് ആയതുകൊണ്ട് നിങ്ങൾ മറ്റു ബ്രാഞ്ചസ് കൂടി പഠിക്കാനുള്ളത് കൊണ്ട് അങ്ങനെ ഒരു അൺബയാസ്ഡ് എക്സാമിനേഷനാണ് നിങ്ങൾക്ക് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി RRB JEE ആയിക്കോട്ടെ, RRBയുടെ ഡിഫറെൻറ്റ് എക്സാംസ് ആയിക്കോട്ടെ, അതെല്ലാം ഒരു മോഡറേറ്റ് ലെവൽ ആയിരിക്കും
ഉണ്ടാവുക. അതെല്ലാം ഒരു മോഡറേറ്റ് ലെവലായിരിക്കും വരിക. പിന്നെ PSCയുടേത് ഞാൻ മോഡറേറ്റ് എന്ന് എഴുതിയിട്ടുള്ളത് അത് ഓവർസിയർ ലെവൽ എക്സാം അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ എക്സാംസുകളൊക്കെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം ഒക്കെ ആണെങ്കിൽ, അതേപോലെ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ എക്സാംസ് ഒക്കെ ആണെങ്കിൽ അത് വളരെ ഹൈ ആയിട്ടുള്ള എക്സാം തന്നെയായിരിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കി വെച്ചേക്കുക. സോ ലെവൽ ഓഫ് എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ ഉണ്ടാവണം. നിങ്ങളുടെ ഈ കമ്പാരിസൺ ഓരോന്നും എടുത്തതിന് ശേഷം ഞാനൊരു ഫൈനൽ കൺക്ലൂഷനോട് പറഞ്ഞിരുന്നുണ്ട്. ഇനി നമ്മൾ പോസ്റ്റിംഗ് കൂടി നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കൺസിഡറേഷൻസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഘടകമാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എക്സാം എഴുതി എത്ര കാലത്തിനുള്ളിൽ ജോലി ലഭിക്കും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഘടകമല്ലേ. നിങ്ങൾക്ക് എന്നോ ജോലി കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ജോബ് ലഭിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ പല ആളുകളിലും ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ നിലവിൽ ഒരു പ്രൈവറ്റ് ജോബ് അല്ലെങ്കിൽ ഒരു അബ്രോഡ് ഒരു ജോബ് ഉണ്ട്, മറ്റേതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ജീവിക്കാവുന്ന തരത്തിലുള്ള ഒരു ജോബ് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു ജോബിലേക്ക് നിങ്ങൾക്ക് എത്തേണ്ട യാതൊരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് സമയമെടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മറ്റൊരു പോസ്റ്റിലേക്ക് പോവാം. അതല്ല നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ജോബിലേക്ക് എത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി പോസ്റ്റിങ്ങിൻ്റെ കാലതാമസം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ മുമ്പ് എക്സാമിനേഷന് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഘടകങ്ങളിൽ ഒന്നാണ് ഈ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് 2018 ഞാൻ എക്സാം പ്രിപ്പറേഷന് പോയ സമയത്ത് എൻ്റെ മുന്നിലുള്ള ആദ്യത്തെ പ്രയോറിറ്റി, എനിക്ക് മുന്നിൽ വരുന്ന ഫസ്റ്റ് എക്സാമിനേഷൻ ഏത് തന്നെയാണെങ്കിലും അത് ക്രാക്ക് ചെയ്തെടുക്കണം എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷനിലാണ് ഞാൻ അന്ന് RRB എക്സാം എഴുതിയതും ക്രാക്ക് ചെയ്തതും. സോ അതേ ഘടകങ്ങളിൽ ഒന്ന് നിങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഈ ഒരു ഘടകം പരിശോധിക്കാം. RRB JEE എക്സാം നോക്കാം. RRB JEE എക്സാം മോസ്റ്റ് പ്രോബബിലി ഒരു വർഷത്തിനുള്ളിൽ, ഒരു വർഷം എടുക്കാൻ സാധ്യതയില്ല, മോസ്റ്റ് പ്രോബബിലി ഒരു 10 മാസത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയുള്ള ഒരു എക്സാമിനേഷനാണ് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ. വേഴ്സ്റ്റ് കേസിൽ ഒരു 1 ഇയറിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഗ്രേഡ് 3 എടുക്കുകയാണെങ്കിൽ അതും ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാനാണ് സാധ്യത. അതേസമയം IO പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ 1.5 to 2 ഇയേഴ്സ് എങ്കിലും നിങ്ങൾക്ക് പോസ്റ്റിങ്ങിന് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു സമയം തൊട്ടിട്ടാട്ടോ. നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ദിവസം മുതലാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഒരു 1.5 to 2 ഇയേഴ്സ് എങ്കിലും നിങ്ങൾക്ക് അവിടെ സമയം എടുത്തേക്കാം. അതേപോലെ SSC JEE ആണെങ്കിൽ എല്ലാ വർഷവും എക്സാം നടക്കാറുള്ളതാണ്. അതുകൊണ്ട് അതും വിത്തിൻ 1 ഇയർ എന്ത് ചെയ്യും, അതും ഈ പറയുന്ന പോലെ 1 ഇയർ എടുക്കാൻ സാധ്യത കുറവാണ്. 1 ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആ ഒരു എക്സാം പ്രതീക്ഷിക്കാം. കാരണം SSC JEEയുടെ എക്സാം ഡേറ്റ് അടക്കം വന്നിട്ടുണ്ട്. ജൂണിൽ എക്സാം നടക്കാൻ പോവാണ്. അതിൻ്റെ സെക്കൻഡ് ടയർ എക്സാമിനേഷനും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1 ഇയറും എടുക്കില്ല, ഒരു 9 month 10 monthsനുള്ളിൽ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാൻ സാധ്യതയുള്ള എക്സാമാണ് SSCയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം. ഇനി ALP എക്സാമിനേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബിലി നിങ്ങൾക്ക് ജാനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ, അതായത് വരുന്ന വർഷം ജാനുവരിയിലോ ഫെബ്രുവരിയിലോ നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വേരിയസ് PSC എക്സാംസുകൾ നോക്കുകയാണെങ്കിൽ അതിലൊരു 1 to 1.5 ഇയേഴ്സ് എങ്കിലും സമയം എടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സോ ഈ ഒരു പോസ്റ്റിംഗ് കാലയളവ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി അടുത്തൊരു ഘടകം എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സാലറി എന്ന് പറയുന്നത്. ഇതിൽ ഓരോ പോസ്റ്റിൻ്റെയും സാലറി നോക്കുകയാണെങ്കിൽ JEEയുടെ സാലറി അറൗണ്ട് 70,000 ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 1ൻ്റെ സാലറി 58,000 ആണ്. IOൻ്റെ സാലറി അപ് ടു 1 lakh വരെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേപോലെ SSC JEE സ്റ്റാർട്ടിങ്ങിൽ 70,000 വരെ ലഭിക്കും. അതേപോലെ ALP സ്റ്റാർട്ടിങ്ങിൽ 50,000 എബോവ് നിങ്ങൾക്ക് ലഭിക്കും. വേരിയസ് PSCയിൽ 40,000 to 50,000 ഉള്ളതുണ്ട്. അതിൽ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ പോസ്റ്റൊക്കെ ആണെങ്കിൽ എബോവ് 1 lakh എന്ന സാലറി കിട്ടാനുള്ള സാധ്യതയും വരുന്നുണ്ട്. സോ സാലറിയെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയല്ലോ. യെസ്, ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും അധികം ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ചില പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ജോബ് ഇല്ലെങ്കിൽ, നിങ്ങളൊരു ജോബ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മുന്നിൽ വരുന്ന ആദ്യത്തെ എക്സാംസുകൾ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജോബിലേക്ക് കയറാൻ പോകുന്ന എക്സാംസുകൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന്. ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിലവിലൊരു ജോബ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് വരാനിരിക്കുന്ന എക്സാംസുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് തോന്നുന്ന എക്സാംസുകളായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ആണ്. അതായത് ഓരോ എക്സാമിനേഷൻ്റെയും ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ചില ഏരിയകളുണ്ട്. സോ അത്തരം ഏരിയകളെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ഏത് എക്സാമിനേഷനിലാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയയിൽ
കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും അധികം പെർഫോം ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. മറ്റൊരു ഘടകമാണ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതായത് ഏതൊരു ജോബ് ചെയ്യുമ്പോഴും എല്ലാ ആളുകൾക്കും ഒരേപോലെ എല്ലാ ജോബും ഇഷ്ടമായിക്കൊള്ളുന്നില്ല. ഫോർ എക്സാമ്പിൾ ALP എക്സാമിനേഷൻ, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റ്. അപ്പോൾ ആ ഒരു പോസ്റ്റിലൊക്കെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിനോട് നല്ല ഡിറ്റർമിനേഷൻ, നല്ല പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ജോബ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ SSC JEയുടെ മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് അല്ലേ. മിലിറ്ററിയിൽ എഞ്ചിനീയറിംഗ് സർവീസിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുക എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിൽ നല്ല റെക്കഗ്നിഷൻ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ബട്ട് ഡെഫിനറ്റ്ലി അവിടെ നിങ്ങളുടെ ഇൻട്രസ്റ്റിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് അല്ലേ. ഇനി മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഡിറ്റർമിനേഷനാണ്. അതായത് ഈ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിൽ ഒരുപാട് ക്ലാസിക് എക്സാമ്പിളുകളുണ്ട്. അതായത് ഒരു എക്സാം മാത്രം ക്ലിയർ ചെയ്ത ആളുകളായിരിക്കില്ല ഭൂരിഭാഗം പേരും. ഈ എക്സാമിനേഷൻ്റെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം ആളുകളും മൾട്ടിപ്പിൾ എക്സാംസുകൾ ക്ലിയർ ചെയ്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സോ അങ്ങനെ മൾട്ടിപ്പിൾ എക്സാംസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ളൊരു ഡിറ്റർമിനേഷൻ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്താണ് അത് നേടിയെടുക്കുന്നത് വരെ നമുക്ക് മുന്നിൽ വരുന്ന എന്തിനേയും അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി ആ വിദ്യാർത്ഥികളിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. സോ ആ ഡിറ്റർമിനേഷനുള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഏത് എക്സാമിനേഷനെയും ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ടിപ്പ് തന്നെയാണ് ഡിറ്റർമിനേഷൻ. സോ നിങ്ങളൊരു എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് എക്സാംസുകളിലേക്ക് കൂടി കയറി പഠിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ എക്സാംസുകളിലെ യാത്രയിൽ നിങ്ങൾക്ക് ഇതിൽ മോർ ദാൻ 2, 3, 4, 5 എക്സാംസ് എങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ഘടകത്തിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ അത്രയും ഡിറ്റർമൈൻഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത്. സോ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അതായത് ഈ എക്സാം ജേർണിയിൽ 2024 ഈ എക്സാം ജേർണിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, ഒരു എക്സാമിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ നിങ്ങൾക്ക് മറ്റു സമയമൊന്നുമില്ല, നിങ്ങളൊരു ജോബിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ 3-4 എക്സാമിനൊന്നും വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിൽക്കരുത്. എന്നാൽ നിങ്ങളൊരു ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ഒരു ദിവസത്തെ സമയത്തെ മാക്സിമത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മോർ ദാൻ 2 or 3 എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ അതാണ് എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള സജഷൻ. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൈനലി നിങ്ങൾ ഏത് കോഴ്സ് പഠിക്കണം, ഏത് ബ്രാഞ്ച് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയില്ല. കാരണം അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എല്ലാവരും എടുക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എൻട്രി ആപ്പിൽ നിങ്ങൾ ഇതിൽ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കോഴ്സ് എൻട്രിയിൽ അവൈലബിൾ ആണ്. RRB JEE ആയിക്കോട്ടെ, SSC JEE ആയിക്കോട്ടെ, IEO ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ആയിക്കോട്ടെ, ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഏത് PSC എക്സാമിനേഷൻ ആയിക്കോട്ടെ, ഇതിലെ എല്ലാ കോഴ്സസും എൻട്രിയിൽ നിലവിൽ അവൈലബിൾ ആണ്. സോ ഈ ഒരു കോഴ്സസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ട് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഏത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് all for today. Thank you for listening. Have a nice day.